ഹരി ഓം. അമ്മേ ശരണം, ദേവി ശരണം. കൊടുങ്ങല്ലൂർ ഭരണിയും ഭരണിപ്പാട്ടും എന്ന വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. കേരളത്തിൻ്റെ ആധ്യാത്മിക സാംസ്കാരിക ചരിത്രത്തിന് എത്രമാത്രം പഴമയുണ്ടോ അത്രത്തോളം വരും കൊടുങ്ങല്ലൂരിൻ്റെ പ്രസിദ്ധി എന്നാണ് ഞാൻ കരുതുന്നത്. കൊടുങ്ങല്ലൂരെന്ന് കേട്ടാൽ സ്മരണയിൽ ആദ്യം ഓടിയെത്തുന്നത് കൊടുങ്ങല്ലൂരിലെ ഭഗവതിക്കാവാണ്. ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രം. ദേവിയുടെ ആരാധനാ സ്ഥാനങ്ങളെ കാവുകളെന്നാണല്ലോ പണ്ടുള്ളവർ പറഞ്ഞിരുന്നത്. കേരളത്തിലെ മറ്റൊരു ആരാധനാലയത്തിനും അവകാശപ്പെടാനില്ലാത്ത വിധം ചില പ്രത്യേകതകൾ കൊടുങ്ങല്ലൂർ കാവിനുണ്ട്. അവിടുത്തെ ആരാധനാ രീതിയുടെ കാര്യത്തിലായാലും ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലായാലും അതെങ്ങനെ വന്നു ചേർന്നെന്ന് ചോദിച്ചാൽ ആധ്യാത്മികതയ്ക്കുപരി രാജ്യനൈതികതയുമായി ക്ഷേത്രമേറെ ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. കൊടുങ്ങല്ലൂരിൽ തലയുയർത്തി നിൽക്കുന്ന സുപ്രധാന പുരാതന ക്ഷേത്രങ്ങളെല്ലാം തന്നെ കേരളം ഭരിച്ച ചക്രവർത്തിമാരുമായോ ഭരണാധികാരികളുടെ പരമ്പരയുമായോ നേർബന്ധമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൻ്റെ ഭരണസിരാകേന്ദ്രമായി അനവധി സഹസ്രാബ്ദങ്ങൾ കൊടുങ്ങല്ലൂർ വിരാജിച്ചതുകൊണ്ടാവാം ഇതൊക്കെ അങ്ങനെ വന്നുപെട്ടത്. ഭരണാധികാരത്തിൻ്റെ സകല ശക്തിയെയും തന്നിലേക്ക് ആവാഹിച്ച് ചേർത്ത് നിർത്തിയ പ്രഭാവശാലിയായ മണ്ണാണ് കൊടുങ്ങല്ലൂരിൻ്റേത്. ആ മണ്ണിൻ്റെ അപാര ശക്തി കൊണ്ടാകണം ഒരു ശാക്തേയ ആരാധനാ കേന്ദ്രം തന്നെ അവിടെ ആവിർഭവിച്ചതും നിലനിൽക്കുന്നതും. ഒട്ടുമിക്ക പുരാതന ക്ഷേത്രങ്ങളും ഉയർന്നിരിക്കുന്നത് മഹാതാപസന്മാരുടെ തപസ്ഥലികളിലോ സമാധിസ്ഥാനങ്ങളിലാണല്ലോ ആണെന്ന് ഒരു പ്രസിദ്ധിയുണ്ട്. അത്തരം താപസരെ അവിടേക്ക് ആകർഷിക്കണമെങ്കിലും വേണം ആ മണ്ണിന് ഒരു പ്രത്യേകത. ചരിത്രത്തിലൂടെ എത്രമാത്രം നമുക്ക് പുറകോട്ട് ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് പോകാനാകും എന്നറിയില്ല. എങ്കിലും ഒന്നുറപ്പിച്ച് പറയാം, ഈ മണ്ണ് ശക്തിയുടെ ഇരിപ്പിടം മാത്രമല്ല, വിദ്യയ്ക്ക് കേൾവി കേട്ട ഇടം കൂടിയാണ്, അല്ലെങ്കിൽ ആയിരുന്നു. തൊട്ടുരുമ്മി നിൽക്കുന്ന തൃക്കണ്ണൻ്റെ മതിലകം ദക്ഷിണ ഭാരതത്തെ വിദ്യയിലൂടെ പ്രകാശമാനമാക്കിയ വിശ്വവിദ്യാലയമായി ഒരുപാട് കാലം നിലനിന്നിരുന്നതാണ്. മൺമറഞ്ഞ ചരിത്രത്തിൻ്റെ കാണാമറയത്തെ കാൽപ്പാടുകളെ ഭൂതക്കണ്ണാടിയുടെ ഉള്ളിലൂടെ ഒപ്പിയെടുത്ത് നാടിന് മുന്നിൽ അവതരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ചരിത്രകാരന്മാർക്കാണ്. അത് അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ കൊടുങ്ങല്ലൂർ കാവിലേക്ക് തിരിച്ചു വരികയാണ്. കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട 2 ചടങ്ങുകളാണുള്ളത്. അതിലൊന്ന് താലപ്പൊലിയും മറ്റൊന്ന് ഭരണിയുമാണ്. താലപ്പൊലി നാട്ടുത്സവമായിട്ടാണ് കരുതുന്നതെങ്കിൽ ഭരണി മറുനാട്ടുത്സവമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അതിനാൽ താലപ്പൊലിയെ വിട്ടുകൊണ്ട് നമുക്ക് ഭരണിയിലേക്ക് കയറാം, അല്ലെങ്കിൽ ഭരണിയുടെ ഉള്ളിലേക്ക് ഇറങ്ങാം. നാം ഇവിടെ ഭരണിയുടെ മൊത്തം ചടങ്ങുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഭരണി ഉത്സവത്തിൽ ഉടനീളം മുഴങ്ങിക്കേൾക്കുന്ന ഭരണിപ്പാട്ടിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. ആ ഭരണിപ്പാട്ടുകളുടെ താളത്തെ അല്ലെങ്കിൽ അതിൻ്റെ സന്ദേശത്തെ മുഴുവൻ ആവാഹിച്ചെടുത്ത ഒരു വരിയിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. വ്യക്തമായി പറഞ്ഞാൽ 2 വാക്കുകളിലേക്ക്. ആ 2 വാക്കുകൾ എന്താണെന്ന് നമുക്ക് വഴിയെ പരിശോധിക്കാം. അതിന് മുന്നായി 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പുരാതന ഉത്സവമായിട്ട് വേണം നമ്മുടെ ഭരണിയെ കരുതാൻ. താലപ്പൊലിയിൽ നിന്നും ഭിന്നമായി കൗളമാർഗത്തിലെ രാജസിക താമസിക ആരാധനയോടാണ് ഭരണി കൂടുതൽ അടുത്തു നിൽക്കുന്നതെന്ന് അവിടുത്തെ ചടങ്ങുകളിലെ പ്രത്യേക ലക്ഷണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. അല്ലെങ്കിൽ പ്രത്യക്ഷ ലക്ഷണങ്ങൾ തന്നെ പരിശോധിച്ചാൽ നമ്മൾക്ക് ബോധ്യപ്പെടും. അങ്ങനെ പറയുന്നതാണ് കൂടുതൽ ശരി. ക്ഷേത്ര ശ്രീകോവിൽ വിട്ട് പുറത്തിറങ്ങി അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ, എന്നുവെച്ചാൽ ഭരണിയുടെ ചടങ്ങുകളൊന്ന് ശ്രദ്ധിച്ചാൽ, താന്ത്രിക വിധാനങ്ങൾക്ക് പുറത്തു നിൽക്കുന്ന പുരാതന കേരളീയ നാട്ടാരാധനാ സമ്പ്രദായമാണ് കൂടുതൽ അവിടെ തെളിഞ്ഞു കാണുക. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഉള്ളിലെ ചടങ്ങുകളല്ല, അത് വിട്ട് പുറത്തേക്ക് ഇറങ്ങി ഭരണിക്കാലത്തെ ആ ചടങ്ങുകളൊന്ന് പരിശോധിച്ചാലത്തെ കാര്യമാണ് പറഞ്ഞത്. നാട്ടാരാധനാ സംവിധാനത്തിൽ മന്ത്രങ്ങളെക്കാൾ താളത്തിനും പാട്ടിനുമായിരുന്നു പ്രധാനം, അല്ലെങ്കിൽ പ്രാധാന്യം. ആരാധനാമൂർത്തിയെ താളത്തിൽ പാട്ടുപാടി ആരാധിക്കുക, ഇതാണ് അതിൻ്റെ ഒരു രീതി. ഓരോ പാട്ടും ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദേവതയ്ക്കുള്ള സമർപ്പണവും വഴിപാടുമായാണ് കണക്ക് കൂട്ടുന്നത്. അത് തന്നെയാണ് കൊടുങ്ങല്ലൂർ കാവിൽ ഭരണിക്കാലത്ത് നിറഞ്ഞു നിൽക്കുന്നതും. ഭദ്രകാളി ദാരിക യുദ്ധത്തിൻ്റെ സ്മരണയായിട്ടാണ് ഭരണി ഉത്സവമെന്ന് പൊതുവിൽ പറഞ്ഞു പോരുന്നുണ്ട്. കുംഭമാസത്തിലെ ഭരണിക്ക് കൊടി കയറിയാൽ
ആ ദിവസമാകണം ദേവി ദാരുകനുമായിട്ടുള്ള അംഗം കുറിച്ചതെന്ന് കരുതേണ്ടി വരും. അങ്ങനെ കുംഭമാസത്തിലെ ഭരണിക്ക് കൊടി കയറി കഴിഞ്ഞാൽ മീനമാസത്തിലെ തിരുവോണ നാളിലാണ് അവിടെ കോഴിയെ ബലി നൽകുക. ഇന്നത് ജനാധിപത്യ സർക്കാരുകളുടെയൊക്കെ അധികാരം വന്നതോടുകൂടി ഹൈന്ദവ ആചാരങ്ങളിലേക്കൊക്കെ കടന്നു കയറി ആ കോഴിവെട്ടെന്നത് നിന്ന് ഇപ്പോൾ കോഴിക്കൽ മൂടലായിട്ട് അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ കോഴിക്കല്ല് മൂടുന്ന ദിവസം അല്ലെങ്കിൽ കോഴിയെ വെട്ടിയിരുന്ന ആ ദിവസമാകണം ദേവി ദാരിക യുദ്ധം ആരംഭിച്ചതെന്ന് കരുതേണ്ടി വരും. അന്ന് മുതൽ യഥാർത്ഥത്തിൽ ദേവിയുടെ വിജയത്തിനുള്ള ആ വിഘ്നങ്ങളെ ദേവി വിജയം നേടുന്നതിന് തടസ്സമായി വരാവുന്ന വിഘ്നങ്ങളൊക്കെ ഒഴിവാക്കാനാകണം അന്ന് അങ്ങനൊരു ബലി കോഴിയെ നൽകിയിരുന്നത്. അപ്പോൾ ആ യുദ്ധത്തിന് ശേഷവും അതിൻ്റെ ഓർമ്മയ്ക്കാവണം ആ ബലി. അങ്ങനെ ആ ബലി കൊടുക്കുന്ന അന്ന് കോഴിക്കല്ല്, ഇന്നിപ്പോൾ കോഴിക്കല്ല് മൂടലാണ്, ആ മൂടുന്ന അന്ന് മുതൽ 7 ദിവസങ്ങളിലായിട്ടാണ് യുദ്ധം നടന്നതായിട്ട് കരുതപ്പെടുന്നത്. ആ 7 ദിവസവും ഭക്തർ വിവിധ നാടുകളിൽ നിന്ന് കൊടുങ്ങല്ലൂർ കാവിലേക്ക് ഒഴുകിയെത്തുന്നതാണ് നാം കാണുന്ന കാഴ്ച. അങ്ങനെ 7-ാം നാൾ അശ്വതിക്ക് ഉച്ചയോടെ കാവ് നീണ്ടൽ, അതിനെ കാവ് പൂകൽ എന്നും പറയും, ആ കാവ് തീണ്ടൽ നടക്കുന്നു. അപ്പോൾ ഈ കോഴിക്കല്ല് മൂടൽ തുടങ്ങി ഉള്ള ആ 7 ദിവസം അല്ലെങ്കിൽ 6.5 ദിവസം, കാരണം അശ്വതി നാളിൽ ഉച്ച വരെയാണ് പാട്ടുപാടൽ അവിടെ നടക്കുന്നതായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു 6.5 ദിവസം ഭരണിപ്പാട്ടും മറ്റും കാവിൽ നിറഞ്ഞു നിൽക്കും. അതവിടെ പോയിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവുന്നൊരു കാര്യമാണ്. ആ അശ്വതി കാവ് തീണ്ടലിന് വേണ്ടി തയ്യാറാകുന്നതോടുകൂടി ഭരണിപ്പാട്ടെല്ലാം അവസാനിപ്പിച്ച് അവർ കാവ് തീണ്ടലിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധയൂന്നും. അതാണൊരു കാഴ്ച. അപ്പോൾ യുദ്ധവിജയിയായ ദേവിയെ സവിധത്തിലാക്കി പടയാളികൾ പിരിഞ്ഞു പോകുന്നത് പോലെയാണ് കാവ് തീണ്ടൽ കഴിഞ്ഞ് ആ ഭക്തന്മാരെല്ലാം തിരിച്ചു പോകുന്നത്. അപ്പോൾ ദാരിക യുദ്ധം കഴിഞ്ഞ് വിജയിച്ചെത്തിയ ദേവിയുടെ വസതിയിലാക്കി ആ പടയാളികൾ തിരിച്ചുപോയ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാവണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാകണം ഈ ഭക്തരും കാവ് തീണ്ടി ശേഷം തിരിച്ചു പോകുന്നത്. അപ്പോൾ അതാണ് നമ്മളവിടെ കാണുന്ന ഒരു പ്രത്യേകത. ഭരണിക്ക് പഴയ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ എത്താറുണ്ട്. ഇന്നത് മധ്യ കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ ഉത്തര കേരളത്തിൽ നിന്നാണ് അധികമായിട്ട് ആൾക്കാരെത്തുന്നത് കാണുന്നത്. അതിന് ചില പൊളിറ്റിക്കൽ കാര്യങ്ങൾ കാണണം, അത് പിന്നീട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പുരാതന കേരളത്തിലെ 64 ഭദ്രകാളിക്കാവുകൾക്ക് മൂലസ്ഥാനമായിട്ട് ഈ കൊടുങ്ങല്ലൂർ ഭദ്രകാളിക്കാവിനെയാണ് കണക്കുകൂട്ടിയിരുന്നത്, സങ്കല്പിച്ചിരുന്നത്. ആ ഒരു കാര്യം ഈ ഒരു സന്ദർഭത്തിൽ പരിഗണിക്കുന്നത് നല്ലതാണ്. എങ്ങനെ 64 കാവുകൾ വന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഇന്നത്തെ കേരളത്തിൽ 64 കാവല്ല, 32 കാവുകളെ കാണുള്ളൂ. കാരണം കേരളം തെക്കും വടക്കും മുറിഞ്ഞു പോയി. അപ്പോൾ പഴയ കണക്കനുസരിച്ച് 64, ഇപ്പോൾ 32 എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതൊക്കെ ഒന്നും കൂടെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. എങ്കിലും നാം ഇതെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ ഒട്ടനവധി ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ ഈ ഭരണിക്കാവിലേക്ക് ഇങ്ങനെ ജനങ്ങൾ ഒഴുകിയെത്തുമ്പോൾ അവരൊന്നും തന്നെ തൃശ്ശൂർ പൂരം കാണാൻ ആയിട്ട് ഇങ്ങനെ എത്തുന്ന ആളുകളെ പോലെയല്ല വരുന്നത്, ഒരു കാഴ്ചക്കാരുടെ രീതിയിലല്ല വരുന്നത്, അല്ലെങ്കിൽ അതൊരു ആഘോഷമാക്കാനല്ല അവർ വരുന്നത്. മറിച്ച് അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരെത്തുന്നത്. ഒരു വർഷം മുഴുവൻ അവർ അമ്മയെ കാണാൻ വേണ്ടി സുരുക്കൂട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളും സാധനങ്ങളും സാമഗ്രികളായിട്ടൊക്കെയാണ് വരുന്നത്. ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ്, ഒരു ആരാധനയുടെ ഭാഗമാണ്, അല്ലാണ്ടൊരു കാഴ്ചയുടെ ഉത്സവമല്ല ഭരണി. അപ്പോൾ അവരങ്ങനെ അവിടെ നിന്ന് അവരവരുടെ നാടുകളിൽ നിന്ന് എത്തുന്നു. അവരിൽ പല ദേശക്കാർക്കും ഭരണിക്കാലത്ത് ക്ഷേത്രത്തിൽ അവകാശമുണ്ടെന്ന കാര്യം കൂടി നമ്മളൊന്ന് ഓർക്കണം. കൊടിയുയർത്തുന്നതിലുള്ള അവകാശം, കോഴി ആദ്യം സമർപ്പിക്കുന്ന അല്ലെങ്കിൽ കോഴിയെ വെട്ടുന്നതിലുള്ള അവകാശം, അതേപോലെ തന്നെ ആൽത്തറയിൽ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം, ആദ്യം കാവ് തീണ്ടുന്നതിനുള്ള അവകാശം, ഇങ്ങനെ ഒട്ടേറെ അവകാശങ്ങൾ വിവിധ സമുദായങ്ങൾക്കായിട്ട് ഇവിടെ വീതിച്ചു കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ അന്വേഷിച്ച് നോക്കിയാൽ. കണ്ണൂരും കാസർഗോഡും ഉള്ളവർക്ക് ഇങ്ങ് കൊടുങ്ങല്ലൂരിൽ എങ്ങനെ ഈ അവകാശങ്ങളൊക്കെ വന്നു ചേർന്നെന്ന് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ട ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. അന്വേഷിച്ച് ചെന്നാൽ കൊടുങ്ങല്ലൂർ കാവ് ഈ ദേശത്തെ കേവലം ഒരു ആധ്യാത്മിക കേന്ദ്രം മാത്രമല്ലെന്ന് മനസ്സിലാക്കേണ്ടി വരും. അത് പുരാതന കേരളത്തിലെ അല്ലെങ്കിൽ കേരള സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട ഭരണാധികാരവുമായി കൂടി
കെട്ടുമിണഞ്ഞ് കിടക്കുന്നതാണ്. ഇവിടെ കാണുന്ന പലതും താന്ത്രിക അനുഷ്ഠാനത്തേക്കാൾ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞ ആചാരാനുഷ്ഠാനങ്ങളാണെന്ന് ചിന്തിക്കേണ്ടി വരും. കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ഭരിച്ച ചക്രവർത്തിമാരുമായോ അവരുടെ നാട്ട് പ്രദേശങ്ങളുമായോ അവരുടെ സൈന്യവുമായോ ഒക്കെ ബന്ധപ്പെട്ടാകണം കാവിൽ ഇത്തരം അവകാശങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടാകുക എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ പറയാനുള്ള ചില കാരണങ്ങളുണ്ട്, അതൊന്നും ഞാനിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ഭരണിക്കാവിലെത്തുന്ന വിവിധ സമുദായങ്ങളെ അതാത് കാലത്തെ ഭരണാധികാരികളുടെ സേനാവിഭാഗവുമായി ബന്ധപ്പെടുത്തി കൂടി കാണാവുന്നതാണ്. ഞാൻ ആ പറയുന്നതിനും ചരിത്രപരമായിട്ടുള്ള ചില സൂചനകളുണ്ട്. അതുകൊണ്ടാണ് അത് ചർച്ച ചെയ്യാൻ പോയ ഒരുപാട് പറയേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ അത്തരം വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. മറ്റൊരു ക്ഷേത്രത്തിനും അവകാശപ്പെടാനില്ലാത്ത തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ സമുദായങ്ങളുടെ മുഴുവൻ സ്വത്തായിട്ട് അക്ഷരാർത്ഥത്തിൽ കൊടുങ്ങല്ലൂർക്കാവ് മാറാൻ കാരണം ഈ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ അത് തികച്ചും ഭരണപരമായിട്ടുള്ളൊരു കാര്യമാണ്. അനുഷ്ഠാന ആചാരങ്ങളിലെ ചരിത്ര ആധ്യാത്മിക പിരിവുകളെ വേർതിരിച്ചെടുക്കുക എന്നത് ഇന്ന് അല്പം പ്രയാസമുള്ളൊരു കാര്യമാണ്. എങ്കിലും ഗൗരവമേറിയ പഠന ഗവേഷണങ്ങൾക്ക് കുറേയൊക്കെ അത്തരം കാര്യങ്ങളെ അഴിച്ചെടുത്ത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആദ്യകാലം മുതൽ രാഷ്ട്രീയമായി കേരളത്തെ ഒന്നിപ്പിക്കുന്നതായിരുന്നു ഭരണി. ജാതീയ വൈജാത്യങ്ങളെ തീണ്ടാത്ത ഒന്നാണ് നമ്മുടെ ഭരണി. ആരാധ്യ ബന്ധത്തിലെ ഐക്യത്തെ തിരയുന്നതാണ് നമ്മുടെ ഭരണി. ഭരണി മഹത്തരം തന്നെയാണ്. എൻ്റെ നാടിൻ്റെ ഈ മഹത്വത്തെ ഭാവന ചെയ്യുന്ന ഓരോ സന്ദർഭത്തിലും ഞാൻ വികാരഭരിതനായി പോകാറുണ്ട്. എന്നാൽ ഇതിനൊക്കെ അജ്ഞത മൂലം അവഗണിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ, അതും കൊടുങ്ങല്ലൂർക്കാരെ തന്നെ ഞാൻ കാണുമ്പോൾ അല്പം അരിശമൊക്കെ അവരോട് തോന്നാറുണ്ട്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. നാം ഇപ്പോഴും ഭരണിപ്പാട്ടിലേക്ക് കടന്നിട്ടില്ല. ഭരണിപ്പാട്ടിനെ കുറിച്ചുള്ള കാര്യം അടുത്തതിൽ ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം. അമ്മേ ശരണം, ദേവീ ശരണം.